പൂഞ്ച് ഭീകരാക്രമണത്തിൽ പരുക്കേറ്റ ഒരു വ്യോമസേന ഉദ്യോഗസ്ഥന് വീരമൃത്യു. പരുക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വീരമൃത്യു വരിച്ച സൈനികനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെ? പ്രവിത, ഇന്ന് വൈകിട്ടാണ് പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ടിൽ വെച്ച് സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. സൈനികർ സഞ്ചരിച്ചിരുന്ന ട്രക്കുകൾക്ക് നേരെയാണ് ഭീകരർ മറഞ്ഞിരുന്ന് വെടിയുതിർത്തത്. ഈ ആക്രമണത്തിലാണ് ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. വ്യോമസേന ഉദ്യോഗസ്ഥനാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഈ ഭീകരാക്രമണവും അതോടൊപ്പം തന്നെ സൈനികന്റെ വീരമൃത്യുവുമായി ബന്ധപ്പെട്ട സൈന്യം ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. അനൌദ്യോഗികമായി സൈനിക വൃത്തങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ തന്നെ പരിക്ക് പറ്റിയ മറ്റൊരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം 3 പേരുടെ നില തൃപ്തികരമാണ് എന്നും സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇവരെ സൈനിക ആശുപത്രിയിലേക്ക് ആക്രമണം നടന്ന ഉടൻ തന്നെ ഇവരെ മാറ്റിയിരുന്നു. ഇവർ മറ്റെല്ലാവർ 4 പേർക്കും ചികിത്സ നൽകി വരികയാണ്. ഒപ്പം ഈ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. പൂഞ്ചിൽ ദേശീയപാതയിൽ വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ രാഷ്ട്രീയ റൈഫിൾസിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ വ്യോമസേന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിലും മിലിറ്ററി പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവർ തിരിച്ചടിച്ചതോടുകൂടിയാണ് ഭീകരർ പിന്നീട് വനമേഖലയിലേക്ക് ഒളിച്ച് മാറിയത്. ഇവർക്ക് വേണ്ടി ഈ വനമേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.